ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ കൃപ് സാർ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഒരു ജ്യോതിഷനോ അല്ലെങ്കിൽ തന്നെ ലോകത്താരും ലോകത്തൊന്നും ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ ഇന്ത്യയിൽ ആരും ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്ത് നിങ്ങൾ ബിഗ് ബാങ് തിയറി വിശ്വസിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേര് വിശ്വസിക്കുന്നവരുണ്ട്. അത് ജിയോഗ്രഫിയിലൊക്കെ പഠിപ്പിക്കുന്ന സംഭവമാണ് ബിഗ് ബാങ് തിയറി. ഇതൊരു ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണെന്ന് പറയുന്നെങ്കിൽ പോലും മനസ്സിലായി, ജസ്റ്റ് ഒരു തിയറി, വെറുതെ ഒരു തിയറിയാണെന്ന് പറയുന്നെങ്കിൽ പോലും ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാതെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലത്തെ സംഭവമാണ്. ഞാനൊരു തിയറിയാണ് മുന്നോട്ട്, നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. അത് മാത്രമല്ല ഞാൻ പറയാൻ പോകും. ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ആണ്. എന്താണ് ഈ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ്? അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തുള്ള സൂര്യൻ, ചന്ദ്രൻ, അതേപോലെ ചൊവ്വ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഴ്സ്, അതേപോലെ തന്നെ ശനി, ശുക്രൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങൾ എങ്ങനെയെങ്കിലും മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള പറ്റിയാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല ചോദ്യം എന്ന് പറയുന്നത് അതെങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ജ്യോതിഷത്തിനെ പറ്റിയാണ് എന്ന് പറയാൻ പോകുന്നത്. ജ്യോതിഷത്തിൽ നമ്മൾ പറയുന്നത് ശനി, അതേപോലെ എല്ലാം ജ്യോതിഷം പഠിച്ചവർക്കറിയാം. അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഈ ജ്യോതിഷം പഠിച്ച വിദ്യാർത്ഥിയാണെന്നും പറഞ്ഞ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം മാത്രം പഠിച്ച ഒരാളാണെന്നും പറഞ്ഞ് ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ബേസിക് മാത്രം എനിക്കറിയാം. അപ്പോൾ എനിക്ക് ബേസിക് പഠിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് തോന്നിയ ആ ഡൗട്ടുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ഈ ഡൗട്ടുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ 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 വലിയൊരു തിരിച്ചറിവ് നിങ്ങളുടെ തലയിലോട്ട് കയറി വരും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ചെയ്യാം, ഇത് ഡീകോഡ് ചെയ്ത് നിങ്ങൾ എന്തോ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് പുതിയ പുതിയ തിയറികൾ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് ഞാൻ കണ്ടുപിടിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത്രയേ ഉള്ളൂ. ഞാനൊരു ചെറിയ ആശയം കൊണ്ടുവരാം. ഈ ആശയത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാം. ഇതാണ് എൻ്റെ ഒരു സംഭവം. അപ്പോൾ എന്തോ ചെയ്യാം, നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു സംശയമാണ്, ഇത്രയും ദൂരെ കിടക്കുന്ന ചന്ദ്രൻ, സൂര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യ ഭൂമിയിൽ നിന്ന് ഇത്രയും ദൂരെ കിടക്കുന്ന സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ചൊവ്വ, ഈ ഗ്രഹങ്ങളൊക്കെ ഒരു മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള സംഭവമാണ്. ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ബോറടിക്ക് തോന്നും, പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആകും. അതാണ് മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു വീഡിയോ പകുതിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആകും. ജസ്റ്റ് ഒരു എന്തോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഞാൻ ജ്യോതിഷം പഠിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത്രയും ദൂരെ കിടക്കുന്ന ഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ജ്യോതിഷത്തിൽ എങ്ങനെ കൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ ഈ ജ്യോതിഷത്തിൽ പറയുന്ന സംഭവം 27 നക്ഷത്രം എന്ന് പറയുന്നുണ്ട്. പക്ഷേ 27 നക്ഷത്രക്കാർക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയ കാര്യം, 27 നക്ഷത്രത്തിലുള്ള ആൾക്കാർക്കും സെയിം സ്വഭാവം, സെയിം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവരുടെ സ്വഭാവത്തിൽ കണ്ടു തുടങ്ങി. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ അതിജ്ഞതയിലുള്ള നക്ഷത്രങ്ങളുണ്ട്, ചന്ദ്രൻ്റെ റേഡിയേഷനിലോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ അതിജ്ഞതയിലുള്ള നക്ഷത്രങ്ങളുണ്ട്, എല്ലാ രീതിയിലുള്ള നക്ഷത്രങ്ങളും ഉണ്ട്. അതുപോലത്തെ ഓരോ നക്ഷത്രങ്ങളൊക്കെ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. മനസ്സിലായില്ലേ? സംഭവം ഇവർ പറയുന്ന നക്ഷത്രങ്ങളിൽ പറയുന്ന ജ്യോതിഷത്തിൽ പറയുന്ന പല സംഭവങ്ങളും അത് വച്ച് ഫ്യൂച്ചറിൽ പഠിച്ചിട്ടുണ്ട്. ഒരാൾക്ക് എപ്പോൾ ജോലി കിട്ടുന്നുണ്ട്, എപ്പോൾ എന്ന് റിയലായിട്ടുള്ള നോക്കാൻ ഞങ്ങൾ ജ്യോതിഷമായ എൻ്റെ അടുത്ത് പല കൂട്ടുകാർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പഠിച്ച സമയത്ത് ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ എന്തോ ചെയ്ത് നോക്കി, എൻ്റെ ചുറ്റുപാടുള്ളവരെയൊക്കെ ഒന്ന് പഠിച്ചു നോക്കി. നമുക്കറിയാമല്ലോ ആണ് ഇത്രയും ദൂരെ കിടക്കുന്ന ഒരു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ ഉത്തരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ചെയ്യാം, ഒരു തിയറി നിങ്ങൾക്ക് കിട്ടും. ആ തിയറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും പുതിയ റിസർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഐഡിയോളജി ഞാൻ ഇപ്പോൾ തന്നെ തരും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. നിങ്ങൾക്കറിയായിരിക്കും, നമുക്ക് ആദ്യം സൂര്യൻ ചന്ദ്രനെ വെച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ചന്ദ്രനെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ, നമ്മൾ ഈ പൗർണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ, ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ മാനസിക രോഗമുള്ള ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ മാനസിക രോഗികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഈ പൗർണമി വരുന്ന സമയത്ത് ഈ മാനസിക രോഗികളൊക്കെ കിടന്ന് ഓവറായിട്ട് വയലൻ്റ് ആകുന്നു. മനസ്സിലായില്ലേ? ഈ പൂർണ്ണചന്ദ്രൻ വരുമ്പോൾ വയലൻ്റ് ആകുന്നു. നമുക്കറിയാം, ശാസ്ത്രം എന്താ നമുക്കറിയില്ല. പൂർണ്ണചന്ദ്രൻ വരുന്നു, അത് എന്തോന്ന് ഇതേപോലത്തുള്ള രോഗികളൊക്കെ വയലൻ്റ് ആകുന്നു. അപ്പോൾ ശാസ്ത്രീയപരമായിട്ട് അതിനൊരു ഡെഫിനിഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശാസ്ത്രീയപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ജസ്റ്റ് ഒരു ഇതായിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു ചെറുതായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിലിട്ട് ഞാൻ പറയുന്ന കാര്യം, ലോകത്തുള്ള എല്ലാ പ്ലാനറ്റും മനുഷ്യൻ്റെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെയാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ പറയുന്നത് അച്ഛനെന്നും ചന്ദ്രനെ പറയുന്നത് അമ്മയെന്നുമാണ്. മനസ്സിലായില്ലേ? അതാണ്. ഇപ്പോൾ സൂര്യൻ ചന്ദ്രൻ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? ഇതെങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്? സൂര്യൻ എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? ഇപ്പോൾ ലീഡർഷിപ്പ്, അതേപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള കണക്ഷൻ, സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഉയർന്ന രാഷ്ട്രീയ പദവിയിൽ നിൽക്കുന്നവർ, ഇപ്പോൾ സർക്കാർ ജോലി, അതേപോലെ തന്നെ ഇതിനെയൊക്കെ ജ്യോതിഷത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന അധികാരം, അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇതാണ് സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ഈ ചന്ദ്രനിലോട്ട് വരാം. ചന്ദ്രനിലോട്ട് വരുമ്പോൾ കെയറിങ് നാച്ചുറൽ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. മനസ്സിലായില്ലേ? പരിപാലിക്കുക, അതേപോലെ തന്നെ ആർക്കാർക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് മാത്രമല്ല, വേറൊരു കാര്യം ചന്ദ്രനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ഹാർട്ടഡ്, അതേപോലെ തന്നെ മൂഡ് സിങ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം ചന്ദ്രൻ മാറും തോറും മൂഡ് സിങ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഒരു കാര്യം ചെയ്തു നോക്കി. എന്ത് കാര്യമാണ്? ഞാൻ കൊച്ചിലോട്ടെ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ചന്ദ്രൻ്റെ മെഡിറ്റേഷൻ. ഇപ്പോൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഒരു മെഡിറ്റേഷൻ ആണല്ലോ. സൂര്യൻ്റെ എനർജി നമ്മളുടെ ബോഡിയിലോട്ട് കൂടുതൽ എടുക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ ചന്ദ്രന് വേറൊരു പ്രത്യേകതയുണ്ട്, സൈക്കോളജി. അതൊരു പ്രത്യേകതയുണ്ട്. സൈക്കോളജി എന്ന് പറയുന്ന സംഭവത്തിൽ പ്രത്യേകതയുണ്ട്. ആയുർവേദം ഇതൊക്കെ വരും. ഇതൊക്കെ ഈ പറയുന്ന പോലെ തൊഴിലുകളായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ നോക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചന്ദ്രനിലോട്ട് ഇപ്പോൾ ഞാൻ ചന്ദ്രൻ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. സൂര്യൻ്റെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന മെഡിറ്റേഷൻ തന്നെയാണ്. പക്ഷേ ചന്ദ്രൻ്റെ ഒരു മെഡിറ്റേഷൻ ഇല്ല. അപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്തു, ഞാൻ അന്ന് എൻ്റെ ഒരു നാൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ചന്ദ്രന് മെഡിറ്റേഷൻ ഉണ്ട്. ഇത് യോഗ സാർ അന്ന് പറഞ്ഞ കാര്യമാണ്. ചന്ദ്രന് മെഡിറ്റേഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രന് നിങ്ങൾ എന്തോന്ന് ചെയ്യുക, ഡെയിലി 1 മണിക്കൂറെങ്കിലും നമ്മൾ കണ്ണ് തുറന്ന് തന്നെ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ണ് തുറന്ന് തന്നെ നിങ്ങളുടെ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ സംഭവം. കണ്ണ് തുറന്ന് നിങ്ങൾ ചന്ദ്രനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ചെയ്യും, ഒരു പ്രത്യേക സമയം, ഒരുപാട് ദിവസങ്ങൾ കഴിയും തോറും നിങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ സൈക്കോളജി മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചന്ദ്രൻ്റെ എനർജി നമ്മുടെ ബോഡിയിലോട്ട് എടുക്കുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞ പോലെ ചന്ദ്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരുപാട് നാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വ്യക്തി, നിങ്ങൾ അടുത്ത് വരുന്ന ഏത് വ്യക്തിയുടെ സൈക്കോളജി മനസ്സിലാവുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കി. നമുക്കറിയണമല്ലോ സംഭവം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നി. കാരണം ഞാനിത് ചെയ്തു വന്നപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ, എൻ്റെ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ സൈക്കോളജി കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ സൈക്കോളജി, മൈക്രോ എക്സ്പ്രഷൻ ഒക്കെ എനിക്ക് പെട്ടെന്ന് പിടികിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ വേറെ ഒന്നുമല്ല, ഇപ്പോൾ കണ്ണ് തുറന്ന് തന്നെ നട്ട് നിവർത്തി നമ്മൾ എന്തോന്ന് ചെയ്യുക, കണ്ണ് അടയ്ക്കാൻ പാടില്ല. മനസ്സിലായി? കണ്ണ് പോലും ചിമ്മാതെ കണ്ണിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ വരും. എന്നാൽ പോലും നമ്മൾ ഈ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? 1 മണിക്കൂറോ അതാണ് സംഭവം. ഇതാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ അവർ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ഒരു എനർജി നമ്മളിലോട്ട് വരും എന്നാണ്, കൂടുതലായിട്ട് വരും, ഫ്ലോ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം, നമുക്ക് സൂര്യ സംസ്കാരം അതുപോലെ തന്നെയാണ്. വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി. മനസ്സിലായില്ലേ? സൂര്യൻ്റെ കുറച്ച് റേഡിയേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ്, അതേപോലെ തന്നെ ഗാമ റൈസ്, അതേപോലെ തന്നെ പല കാര്യങ്ങളും.
മറ്റേ നമ്മൾ പറഞ്ഞ പോലെ എക്സ്റേ, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഇൻഫ്രാറെഡ്, അതേപോലെ തന്നെ UV റേസ്, അതൊക്കെ UV എന്നൊക്കെ പറഞ്ഞ സംഭവം, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റേഡിയേഷൻ്റെ ഒരു ഭാഗമാണ്, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സൂര്യൻ്റെ റേഡിയേഷൻ നമ്മുടെ ബോഡിയിലോട്ട് എങ്ങനെ ബാധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. സൂര്യൻ്റെ റേഡിയേഷൻ, അപ്പോൾ ഈ സൂര്യൻ്റെ റേഡിയേഷൻ കൂടുതലുള്ള വ്യക്തികളിലോട്ട് ഞാൻ കണ്ടുവന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയേഷൻ അവരെ ബോഡിയിലോട്ട് അടിക്കുമ്പോൾ കണ്ണിന് പ്രശ്നം ഉണ്ടാകും. ഓക്കെ, കണ്ണിന് പ്രശ്നം. ഞാൻ ജ്യോതിഷം നോക്കിയ കാര്യമാണ്. ജ്യോതിഷം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യം, ഞാൻ ജ്യോതിഷത്തെ നോക്കുമ്പോൾ സൂര്യൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള, ഇപ്പോൾ ഈ സൂര്യൻ്റെ കൂടുതലായി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് പൊതുവായി കണ്ടൊരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. പക്ഷേ ഈ സൂര്യൻ്റെ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് കഷണ്ടി ആയിരിക്കും. അതേപോലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നോക്കി, പൊതുവേ രാഷ്ട്രീയക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയ മേഖലയിലൊക്കെ നിൽക്കുന്നവർ കഷണ്ടി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അവർ സ്പെക്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന റേഡിയേഷൻ ഇപ്പോൾ നമ്മുടെ കണ്ണല്ലേ ലേസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ഈ പറയുന്ന പോലത്തെ ഈ സംഭവം റേഡിയേഷൻ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, കണ്ണിനെ. അപ്പോൾ ഒരു കുട്ടി ജനിച്ച് ഭൂമിയിലോട്ട് വരുമ്പോൾ ഈ കുട്ടി ഈ സൂര്യൻ്റെ അധീനതയിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ വേറൊരു സംഭവം ഞാൻ പറഞ്ഞു, ഒരു കുട്ടി ഭൂമിയിലോട്ട് ജനിക്കുന്നുണ്ട്. ആ കുട്ടി ഭൂമിയിലോട്ട് ജനിച്ച് പുറത്ത് വരുമ്പോൾ ആ കുട്ടിക്ക് എന്തോ ചെയ്യും, ഭയങ്കര പെയിനായിരിക്കും ഉള്ളിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു അവർക്ക് ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട് അഡാപ്റ്റ് ആകാൻ ഭയങ്കര പാടാം. അപ്പോൾ ഈ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞ് വിളിക്കും. ഇതാണ് സംഭവം. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കരഞ്ഞ് വിളിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഉള്ള പ്ലാനറ്റ്, മനസ്സിലായില്ലേ? ആ സമയത്തുള്ള പ്ലാനറ്റാണ് എന്തോ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്യുന്ന സംഭവം. ആ കിട്ടുന്ന പ്ലാനറ്റിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ഫ്യൂച്ചറിൽ, നമ്മുടെ ലൈഫ് ലോങ് ആ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ആയിരിക്കും വരുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ജ്യോതിഷത്തിൽ ഈ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. മറ്റേ ഇതേപോലെ മനോരോഗങ്ങൾ കേന്ദ്രങ്ങളൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. അതേപോലെ ഞാൻ ചന്ദ്രൻ്റെ അപ്പോൾ ഞാനൊരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് ഇതേപോലെ ചോദിച്ചാൽ, അപ്പോൾ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്തു, അവൻ്റെ ഇത് നോക്കി, ജാതകം ദിവസം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ജാതകത്തിൽ ഞാൻ കണ്ടൊരു കാര്യം, ചന്ദ്രൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ചോദിച്ചു, നിനക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയം ദേഷ്യം, ഒരു സമയം സങ്കടം, ഒരു സമയം മൂഡ് ഓഫ്, ഒരു സമയം നല്ലത്. അതേപോലെ നിൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു പ്രത്യേക സമയത്ത് നല്ല കരിയർ ഗ്രോത്ത്, അല്ലെങ്കിൽ പ്രത്യേക സമയത്ത് ഡൗൺഫാൾ, അതേപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിൻ്റെ ലൈഫിൽ അനുഭവപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞ റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നോക്കിയപ്പോൾ എന്താ ചന്ദ്രൻ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഒരു കാര്യം ചെയ്യണം, ചന്ദ്രൻ മൊത്തത്തിൽ നിൽക്കുമ്പോൾ, പൂർണ്ണ ചന്ദ്രൻ നിൽക്കുമ്പോൾ, അതേപോലെ ഹാഫ് മൂണിൽ നിൽക്കുമ്പോൾ, അതേപോലെ തന്നെ ഡാർക്ക് മൂണിൽ നിൽക്കുമ്പോഴാണോ എപ്പോഴാണ് നിൻ്റെ മൈൻഡ് ചേഞ്ച് ആവുന്നതെന്ന് നോക്കുക എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു ഞാൻ. അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഒരുപാട് നാളെ റിസർച്ച് ചെയ്തപ്പോൾ അവൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രൻ പകുതിയാവുന്ന സമയത്താണ് ഇവൻ്റെ മനസ്സിൽ മൂഡ് സ്വിങ്സ്, ആ സമയത്താണ് വിഷമം അല്ലെങ്കിൽ ഒരുമാതിരി നെഗറ്റിവിറ്റി തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ അതിശയിച്ചു പോയി. കാരണം സാധാരണ കാര്യം ജ്യോതിഷം പഠിക്കുന്നു, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഞാനിത് ടെസ്റ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് നോക്കി, മനസ്സിലായില്ലേ? അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ നോക്കിയപ്പോൾ ഞാൻ അതിശയിച്ച് പോയി. ഇവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിലും ഇവൻ്റെ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് നോക്കിയപ്പോൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സൂര്യനാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, നിൻ്റെ അച്ഛന് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉണ്ട്, എന്തായാലും ഉണ്ട്. കാരണം സൂര്യൻ്റെ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് വരുന്ന എല്ലാവർക്കും കണ്ണിനും ഒക്കെ പിന്നെ പ്രശ്നമുണ്ട്, മനസ്സിലായി? അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചന്ദ്രൻ മാറുന്നതിൻ്റെ അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറുമെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒന്നാമത്തെ കാര്യം അങ്ങനെ. വേറൊരു കാര്യം, ചന്ദ്രൻ്റെ റേഡിയേഷൻ ഒരു മനുഷ്യൻ്റെ ശരീരം എന്തോ ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂര്യൻ്റെയും ചന്ദ്രൻ്റെ എനർജി നമ്മുടെ ബോഡിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് എനിക്ക് മനസ്സിലായി. അത് മൂന്നാമത്തെ കാര്യം. ഇങ്ങനത്തെ ഒരുപാട് കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്ര എനിക്ക് മനസ്സിലായ കാര്യം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ബേസിക് അടിസ്ഥാനത്തിൽ എന്താണ്, നമ്മളിപ്പോൾ ഭൂമി ജനിക്കുമ്പോൾ ആ സമയത്തുള്ള
പ്ലാനറ്ററി ഇൻഫ്ലുവൻസ്, മനസ്സിലായി? അത് എന്ത് ഇൻഫ്ലുവൻസ് ആയാലും ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട്, ആ സമയത്തുള്ള സിറ്റുവേഷൻ. ഞാൻ ഈ വേറൊരു കാര്യം പറയട്ടോ. ഇപ്പോൾ വളരെ എന്തോ ചെയ്യുന്നുണ്ട്, ഒരു ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ജനിച്ചു എന്ന് വിചാരിക്കുക. ആ കുട്ടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയോ കഷ്ടപ്പെട്ടാണ്, നോർമലാണ്, സിസേറിയൻ നോർമലാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടി, ആ അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ പ്രസവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട്, സാധാരണ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് വെള്ളം ഇറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് റിസ്ക് എടുത്ത്. സാധാരണ കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായാൽ പോലും പെട്ടെന്ന് വരും, സിസേറിയൻ കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് വരും. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, എന്ന് വെച്ചാൽ സാധാരണ ഒരു അമ്മ സ്ട്രഗിൾ ചെയ്യുന്നതിനെക്കാട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു കുട്ടി വരികയാണെങ്കിൽ, ഇതൊരു അസുഖത്തോട് ജനിക്കുമോ ഇല്ലയോ എന്നുള്ള സിറ്റുവേഷനിൽ ഒരു കുട്ടി പുറത്തിറങ്ങുകയാണെങ്കിൽ അവൻ്റെ ലൈഫ് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അവൻ്റെ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം സ്ട്രഗിളായിരിക്കും. കാരണം എന്തുകൊണ്ട് ആ സ്ട്രഗിൾ ഉണ്ടാകുന്നു? ആ സമയത്തുള്ള ഈ അമ്മയുടെ ആ ഒരു എനർജി, എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ഒരു വ്യാധനയും അതേപോലെ തന്നെ ആശങ്കയും ടെൻഷനും ഈ കുട്ടിയുടെ ബോഡിയിലോട്ട് വരുന്നത്. അത് ഞാൻ നോക്കിയൊരു കാര്യമാണ്, മനസ്സിലായി? അങ്ങനെ ഒരു കാര്യം, ഇതൊരു സംഭവമാണ്. അപ്പോൾ ഒരു മനസ്സിലാക്കിയൊരു കാര്യം, ഇതെന്ന് വെച്ചാൽ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച കാര്യമാണ്. ശാസ്ത്രീയമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം ഞാൻ മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് റിസർച്ച് ചെയ്ത് നോക്കിയ കാര്യമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തോന്ന് അങ്ങനെ ഇപ്പോൾ എന്തോന്ന് എൻ്റെ കൂട്ടുകാരത്തെ പോലെ ചോദിച്ചു, ഞാനതൊക്കെ പഠിച്ചത് കൂട്ടുകാരമായി നിന്ന് എക്സ്പീരിമെൻറ്റ് ചെയ്ത് നോക്കിയ കാര്യമാണ്. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ കൂട്ടുകാരനുണ്ട്, അപ്പോൾ അവൻ്റെ അമ്മ ഇതേപോലെ നോർമലായിരുന്നു. പക്ഷേ അവൻ ജനിച്ച സമയത്ത് അവൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സ്ട്രഗിൾ സഹിക്കേണ്ടി വന്നു. ആ സ്ട്രഗിൾ അപ്പോൾ എനിക്കൊരു പോയിന്റ് കിട്ടി. അതാണ് സംഭവം. നമ്മൾ ഭൂമിയിലോട്ട് ഒരു കുട്ടി വീഴുമ്പോൾ ആ സമയത്തുള്ള പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ആയിരിക്കും നമുക്കത്. സൂര്യൻ ചന്ദ്രൻ മാത്രമല്ല, ശുക്രൻ, ബുധൻ, വ്യാഴം, അതേപോലെ പല പ്ലാനറ്റും ഉണ്ടല്ലോ. എല്ലാ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ഈ കുട്ടിയിലോട്ട് വരികയാണ്. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഞാൻ ഒരു കാര്യം നോക്കിയത്, ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ളതിൽ നിന്ന് പഴങ്ങൾ നോക്കി എന്നിലോട്ട് നോക്കി. അപ്പോൾ എൻ്റെ സംഭവങ്ങളോട്ട് നോക്കിയപ്പോൾ എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന കാര്യം ചന്ദ്രൻ. എൻ്റെ ഒരു ജ്യോതിഷത്തിൽ ഞാൻ നോക്കിയപ്പോൾ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചന്ദ്രനാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിരിക്കുന്നത്. എല്ലാവർക്കും ഓരോ രീതിയിലും ചന്ദ്രൻ ഇൻഫ്ലുവൻസ് ആയിരിക്കും, അല്ലോ ഗ്രഹങ്ങൾ ഇൻഫ്ലുവൻസ് ആയിരിക്കും. പക്ഷേ ചന്ദ്രൻ്റെ റേഡിയേഷനാണ് കൂടുതലും എനിക്ക് വരുന്നത്, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സൈക്കോളജി വഴിക്കുള്ള ഒരു ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുഡുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? മദർലി നേച്ചുറൽ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോടുള്ള അടുപ്പം, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ജ്യോതിഷത്തിൽ ഇപ്പോൾ ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്? ഈ ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ നോക്കി, എൻ്റെ ഒരു ആളിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ജനിച്ച സ്ഥലത്ത്, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഫുഡ് കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, മനസ്സിലായില്ലേ? കുറച്ച് ഫുഡൊക്കെ കിട്ടാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അങ്ങനെ. പക്ഷേ അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട്, കെയർ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഫുഡ് മാത്രം കറക്റ്റ് ആവുന്നില്ല. ഇതാണ് എനിക്ക് സംഭവം മനസ്സിലായത്. അതുമാത്രം എൻ്റെ ഹോസ്റ്റലിൽ പയ്യൻ നമ്മുടെ അടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അവനിത് സെയിം അവസ്ഥയാണ്. മറൊരു സംഭവമുണ്ട്. എവനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ചന്ദ്രനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നീങ്ങുന്നുണ്ട് സംഭവം. നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, വേണം. എവൻ കടിക്കുന്ന ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, ഫുഡിനൊരു കുറവുമില്ല. പക്ഷേ ഇവൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മയുമായിട്ടുള്ളൊരു കണക്ഷൻ വളരെ മോശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുമായി ഇവനും തമ്മിൽ ഡെയിലി അടിയും പിടിയും ബഹളമൊക്കെയാണ് ഇങ്ങനെ സംഭവം. അപ്പോൾ ചന്ദ്രന് രണ്ട് രീതിയിലുള്ള ഇതുണ്ട്, മനസ്സിലായി? ഇങ്ങനെയാണ് വർക്കാവുന്നത്. അത് മാത്രമല്ല കരിയർ ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആവുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഭൂമിയിലുള്ള എല്ലാ ഗ്രഹങ്ങളും മനുഷ്യരും തമ്മിൽ റേഡിയേഷനുണ്ട്, അതിന് ഒരു ആകർഷണമുണ്ട്, മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമുക്ക്
ഉണ്ടാകുന്ന വ്യത്യാസം, അതുപോലെ ചന്ദ്രൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സൈക്കോളജിക്കലി കിട്ടുന്ന കഴിവുകൾ, അതേപോലെ തന്നെ പല കാര്യങ്ങളും. ചന്ദ്രൻ്റെ രൂപങ്ങൾ, ചന്ദ്രൻ ഹാഫ് മൂൺ, ഫുൾ മൂൺ ഇതൊക്കെ വരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് കൂട്ടുകാർക്ക് മാത്രമല്ല ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സൂര്യൻ ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അത് മാത്രമല്ല ഇപ്പോൾ സൂര്യൻ്റെ സൂര്യൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് നോക്കിയപ്പോൾ സൂര്യൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ കൂടുതലാണ്. ഞാൻ പറഞ്ഞു എൻ്റെ SI അവൻ്റെ അച്ഛൻ പോലീസിൽ SI ആണെന്ന്. അപ്പോൾ അവൻ്റെ ഇൻഫ്ലുവൻസ് നോക്കിയപ്പോൾ സൂര്യനാണ് അവിടെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സൂര്യൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇവൻ്റെ സൂര്യൻ നിൽക്കുന്ന പ്ലേസ്മെൻറ്റ് അത്ര കറക്റ്റ് അല്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റെ അച്ഛനും തമ്മിൽ ഡെയിലി വഴക്കാണ്, ഒരു അകലമാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയും, ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലായാലും സൂര്യൻ ഇൻഫ്ലുവൻസ് കൂടുതലുള്ള ഇൻഫ്ലുവൻസിൽ എന്തെങ്കിലും വേരിയേഷനുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഫാദറുമായിട്ട് അത്ര നല്ല കണക്ഷൻ ആയിരിക്കില്ല. ഒരുമാതിരി എന്തെങ്കിലും ഡിസ്റ്റൻസ് കാണും അവർ തമ്മിൽ. അതാണ് സംഭവം. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ കഷണ്ടികളും അതേപോലെ തന്നെ ഇതേപോലെ സംഭവം അതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം, സൂര്യൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റിസ് ഹോർമോൺ ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ വരത്തുള്ളൂ. അത് മനസ്സിലാക്കണം, ടെസ്റ്റിസ് ഹോർമോൺ. അപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ഈ കഷണ്ടി വരുന്നത് എന്തിനാണ്? ടെസ്റ്റിസ് ഹോർമോൺ കൂടുതലുള്ള വ്യക്തികൾക്കാണ് കഷണ്ടി വരുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ടെസ്റ്റിസ്, അത് മാത്രമല്ല പ്ലാനറ്ററി ഇൻഫ്ലുവൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സൂര്യൻ്റെ ഇൻഫ്ലുവൻസിലോട്ട് വരുന്നവർ അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നവർക്കോ പൊതുവെ കണ്ടുവന്ന സംഭവമാണ്. അങ്ങനെയല്ല പൊതുവെ കണ്ടുവെന്ന് പറയുന്നത്, എന്നാൽ പോലും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തോന്നാണ്? സൂര്യനാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ജ്യോതിഷം എന്ന് പറയുന്നത് 100% സത്യമായ കാര്യമാണ്, അത് കള്ളമല്ല. ഇത് കഴിഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ ഈ പറയുന്ന സംഭവം ഞാൻ മതങ്ങളെ എതിർക്കുന്നുണ്ട്, അതേപോലെ തന്നെ ജാതി മതങ്ങളിലേക്ക് ഞാൻ എത്തിച്ചാണ്. പക്ഷേ ജ്യോതിഷത്തിലോട്ട് വരുമ്പോൾ അത് സത്യമായി എനിക്ക് മനസ്സിലായി, ശാസ്ത്രീയമായി സത്യമായി. ഈ ജ്യോതിഷത്തിനെ പലവരും പല രീതിയിലോട്ട് വ്യാഖ്യാനിക്കും. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ വെറുതെ അനാവശ്യമായ പൂജകളും അതേപോലെ കാര്യങ്ങളൊക്കെ അതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്, ഒരു സൂര്യൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്, മനസ്സിനെ ബാധിക്കുന്നുണ്ട്. ചന്ദ്രൻ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ലോകത്തുള്ള എല്ലാ പ്ലാനറ്റായാലും സൂര്യൻ ചന്ദ്രൻ്റെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പ്ലാനറ്റും ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതൊരു സംഭവം അത് നീ കൃത്യമായി മനസ്സിലായൊരു കാര്യമാണ്. മനസ്സിലായത് ചന്ദ്രൻ്റെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ചന്ദ്രനാണ്, എൻ്റെ ഒരു കൂട്ടുകാരനും ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ റേഡിയേഷൻ കൂടുതലുള്ള കൂട്ടുകാരുമായി ഞാൻ സംസാരിച്ച് നോക്കി. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് മൈൻഡഡാണ്, കെയറിങ് ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുതലുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ. അപ്പോൾ ജ്യോതിഷൻ്റെ ബേസിക് പഠിച്ചപ്പോൾ തന്നെ ഇത്രയും അനലിറ്റിക്സ് ചെയ്തു. സാധാരണ അസ്ട്രോളജി എന്ന് പറയുമ്പോൾ ഒരാൾ വരുമ്പോൾ ഡേറ്റിൻ്റെ ടൈമും പറയും, എല്ലാം നോക്കി. ഇത് മാത്രം ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അതേപോലെ ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ടെറർ മൈൻഡ് ആയിരിക്കും. വെട്ടുക, കുത്തുക, അതേപോലെ ചോര കൊണ്ടുള്ള കളി, ഇതൊക്കെയാണ് അത് മെയിൻ എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി വെട്ടുക, ഇതേപോലത്തെ പരിപാടികൾ. അതാണ് ചൊവ്വയുടെ ഒരു പ്ലാനറ്റിൻ്റെ ഇത്. അതേപോലെ ശുക്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കലാപരമായ ആർട്ടിസ്റ്റ് ടാലൻറ്റ്, കലാകാരന്മാരെ നമുക്ക് കണ്ടിട്ടില്ലേ, ഫേമസ് ആയിട്ടുള്ള കലാകാരന്മാർ, അങ്ങനെയൊക്കെ. ഇപ്പോൾ സൂര്യൻ്റെ കേസ് ഞാൻ പറയുമെങ്കിൽ ചില ഡൗട്ട് വന്നു. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയാണ്, സൂര്യൻ ഇൻഫ്ലുവൻസ് ഉള്ള എല്ലാ രാഷ്ട്രീയക്കാരും കഷണ്ടികളും. അതെന്ന് വെച്ചാൽ സൂര്യൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സാമർത്ഥ്യം, ഡൊമിനേറ്റിംഗ് ക്യാരക്ടർ, ഈ പരിപാടികളൊക്കെ കാണിക്കും. ഇതാണ് സംഭവം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചിന്തിച്ച് നോക്കി, ഈ സൂര്യൻ്റെ കർമ്മയിലുള്ള ഒരു വ്യക്തിക്ക് സൂര്യൻ്റെ റേഡിയേഷനുള്ള ഒരു വ്യക്തിക്ക് വരുന്നത് ചന്ദ്രൻ്റെ റേഡിയേഷനുള്ള ഒരു പാർട്ട്ണറായിരിക്കും. ഇതാണ് സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് റേഡിയേഷൻ്റെ കണക്റ്റാണ്, അട്രാക്റ്റഡാണ്. എന്ന് വെച്ചാൽ നമ്മളെന്ന് പറയുമ്പോൾ ഒരു പ്ലാനറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്ലാനറ്റാണ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂര്യനാണ്, നിങ്ങളെ കൂട്ടൊരു ചന്ദ്രനാണ്, അങ്ങനെയാണ് ഒരു പ്ലാനറ്ററി കണക്ഷനാണ്. അപ്പോൾ ഈ പറഞ്ഞ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും പൊതുവേ കാണുന്ന സംഭവമാണ്. ഇതാണ്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അങ്ങനെ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പ്ലാനറ്റ് മാത്രം ഇൻഫ്ലുവൻസ് ആണ്, പല പ്ലാനറ്റ് ഇൻഫ്ലുവൻസ് ആകും. പക്ഷേ ടോപ്പായിട്ട് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള പ്ലാനറ്റിൻ്റെ റേഡിയേഷൻ മാത്രമേ അവരുടെ കരിയറിൽ ഫ്യൂച്ചറിൽ നടക്കത്തുള്ളൂ എന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്.
അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇത് കുറച്ചും കൂടെ ഭയങ്കര ഡൊമിനേറ്റിങ്ങും കഷണ്ടിയും ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും, ഡൊമിനേറ്റിംഗ് ക്യാരക്ടർ ആയിരിക്കും. അതേപോലെ ആജ്ഞാശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പ്, ഒരു രാജാവിൻ്റെ ക്വാളിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ രാജാവ് എങ്ങനെയാണ് ആജ്ഞാപിക്കുന്നത് അതുപോലെ ആയിരിക്കും ഈ സൂര്യൻ്റെ റേഡിയേഷൻ ഉള്ളവരുടെ മെയിൻ സ്വഭാവം. അതങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടി ഭൂമി ജനിക്കുമ്പോൾ ആ സമയത്ത് ഏത് പ്ലാനറ്റാണോ നിൽക്കുന്നത് ആ പ്ലാനറ്റിന് റേഡിയേഷൻ പുറപ്പെടുവിപ്പിക്കും. ആ പുറപ്പെടുവിപ്പിക്കുന്ന റേഡിയേഷൻ്റെ ഇതായിരിക്കും ഇനി വരുന്ന കുട്ടികൾ. ഇത് ഒരു തിയറി ഫാറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞ തെറ്റാണോ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലായി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇതിന് മാത്രം നിങ്ങൾ ഉത്തരം കണ്ടാൽ മതി. ഇത് മെൻ്റൽ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഈ പൂർണ്ണ ചന്ദ്രൻ അല്ലെങ്കിൽ തന്നെ ചന്ദ്രൻ മാറും തോറും ഈ പറയുന്ന പേഷ്യൻസ് വയലൻ്റ് ആവുന്നത്, ഈ പറഞ്ഞ മാനസിക രോഗികൾ കൂടുതൽ വയലൻ്റ് ആവുന്നത്, അതേപോലെ മൃഗങ്ങൾ ചന്ദ്രൻ്റെ ഇത് മാറും തോറും കൂടുതൽ ഇതാവുന്നത്, കാട്ടിലൊക്കെ ബഹളം വയ്ക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ നിങ്ങൾ പറയുന്നെങ്കിൽ ജസ്റ്റ് ഇതിനൊരു ഉത്തരം പറയണം. ഇത്ര ദൂരങ്ങളെ ചന്ദ്രൻ എങ്ങനെയാണ് ഈ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുന്നതിന് മുമ്പേ ഇതിനൊക്കെ ഒന്ന് ഉത്തരം പറഞ്ഞു തന്നാൽ മതി, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അത് മാത്രമല്ല, എങ്ങനെയാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന്? സൂര്യൻ നിന്നൊരു വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്ലാനറ്റും നമ്മളും തമ്മിലുള്ള ബന്ധം. അത് മാത്രമാണ്, വേറൊന്നുമല്ല. ചന്ദ്രന് കൂടുതൽ വേണ്ടത് മാനസികമായിട്ടുള്ള കണക്ഷനാണ്. പക്ഷെ സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മളെ രണ്ടിലും വരും, അതാണ് വ്യത്യാസം. അപ്പോൾ ഇതൊരു പ്രേമ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പ്ലാനറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജാതകം നോക്കിയപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തോന്ന് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലാനറ്ററി ഇൻഫ്ലുവൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാർട്ട്ണറിനെ അത് ബാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് സൂര്യൻ്റെ റേഡിയേഷനാണ് കൂടുതലെങ്കിൽ ആ പെൺകുട്ടി എന്തോ നെയ്യും ഒരു വലിയ രീതിയിലുള്ള ഒരു ആരായിരിക്കും രാഷ്ട്രീയം ഡൊമിനേറ്റിംഗ് ക്യാരക്ടർ, അതേപോലെ തന്നെ കുറച്ച് കണ്ണാടി വെക്കും, അതേപോലത്തെ ഹാർട്ട് സംബന്ധമായിട്ട് അസുഖം വരും. ഈ സംഭവങ്ങളൊക്കെ സൂര്യൻ്റെ ഒരു ഇതാണ്, മനസ്സിലായില്ലേ? അതേപോലെ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പറയുമ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ അവൻ്റെ ഒരു പൊസിഷൻ, ഈ സ്ത്രീക്ക് എങ്ങനത്തെ പൊസിഷൻ ആയിരിക്കും വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് മൈൻഡായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ട്ണറായിരിക്കും പൊസിഷനായിട്ട് വരുന്നത്, മനസ്സിലായില്ലേ? സോഫ്റ്റ് മൈൻഡായിരിക്കും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം, മനസ്സിലായില്ലേ? മനസ്സിൽ കുറേ ക്ഷമയുള്ള ആളായിരിക്കും. ദേഷ്യം മൂഡ് സ്വിങ്സൊക്കെ വരുമ്പോൾ എങ്കിൽ പോലും കുറച്ച് ക്ഷമ കൂടുതലായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പാചകത്തിന് കുറച്ചും കൂടി ഇത് ചെയ്യും. അതേപോലെ തന്നെ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു ഡൊമിനേറ്റിംഗ് ആയിരിക്കത്തില്ല സൂര്യൻ്റെ. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഒരു ആട് നോക്കുമ്പോൾ ഈ പറയുന്ന പെണ്ണ് മാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാരി പിടിച്ചെടുക്കുന്ന പുരുഷന്മാരെന്നൊക്കെ പറയും, അതേപോലെ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണൊരു ആജ്ഞാപിക്കും, പുരുഷൻ അനുസരിക്കും. ആ സിസ്റ്റത്തിലോട്ടായിരിക്കും പൊതുവെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് തോന്നുന്നത്. അതാണ് സൂര്യൻ്റെ റേഡിയേഷനുള്ളൊരു പെണ്ണ് വന്നാലും ചന്ദ്രൻ്റെ റേഡിയേഷനുള്ള പുരുഷൻ വന്നാൽ ഇങ്ങനെയായിരിക്കും. ഇതിങ്ങനെ സഹിച്ച് ഇപ്പോൾ സൂര്യൻ്റെ റേഡിയേഷനുള്ളൊരു പൊസിഷന് വരാൻ പോകുന്നത് ചന്ദ്രൻ്റെ റേഡിയേഷനുള്ളൊരു പെണ്ണായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ചൊവ്വയെന്ന് നമ്മൾ പറയുന്നില്ല, ചൊവ്വ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാർട്ട്ണർ. നമുക്കിനി ലൈഫിൽ ഏതൊരു പാർട്ട്ണർ വന്നാലും ഇതുപോലത്തെ ഒരു സിസ്റ്റത്തിലോട്ടായിരിക്കും. സൂര്യൻ, ചന്ദ്രൻ, ഇതേപോലെ ശുക്രൻ, ചൊവ്വ അതേപോലെ കണക്റ്റഡ് ആയിരിക്കും. വേറെ വ്യത്യസ്തമായിട്ട് വന്നിരിക്കും. പക്ഷേ സൂര്യനായിട്ട് മാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനായിട്ടൊരു പാർട്ട്ണറാണ്. ഇതാണ് നമ്മൾ ഈ പറയുന്ന പോലെ മനപ്പൊരുത്തം എന്ന് പറയുന്നത്. മനപ്പൊരുത്തം, അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ കല്യാണം നോക്കുമ്പോൾ മനപ്പൊരുത്തമൊക്കെ നമ്മൾ നോക്കത്തില്ലേ? മനപ്പൊരുത്തം, ജ്യോതിഷത്തിൽ, അതേപോലെ മനച്ചേർച്ച, നമ്മൾ എന്തൊക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പൊരുത്തം, ഇതെല്ലാം ഈ പറയുന്ന പോലെ ഈ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് വെച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശനിയിലോട്ട് വരുന്ന എന്താണെങ്കിൽ ശനിയുടെ മൊമെൻ്റ് അനുസരിച്ച് നമ്മുടെ ലൈഫിൽ വരുന്ന സമ്പത്തും അതേപോലെ ദുരിതങ്ങളും ഒക്കെ ഒരുപാട് അങ്ങനെ സംഭവമാണ്. ശനി എന്നൊരു ക്യാരക്ടറിസ്റ്റിക്കുള്ള വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ്, ബസ്, അതേപോലെ ഡ്രൈവിംഗ് പോലത്തെ സംഭവങ്ങൾ, പോലീസ്, പട്ടാളം, ഇരുമ്പുമായി
അല്ലെങ്കിൽ ഈ വാഹനങ്ങളുമായി അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടവരായിരിക്കും. ഇപ്പം അങ്ങനത്തെ ബിൽഡിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നവരായിരിക്കും. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഠിനാധ്വാനികളായിരിക്കും, സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും. ശനിയുടെ ഇൻഫ്ലുവൻസ് വരികയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ശനിയുടെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇരുമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് ഈ ഒരു തിയറി വെച്ച് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ വെറുതെ പറയുന്നതൊന്നും അല്ല, ഈ നിമിഷം തൊട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതാണ് ഒരു മെയിൻ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ആൾക്കാർ ഈ ശനിയുടെ റേഡിയേഷൻ സ്ലോ എന്ന് പറയുന്നില്ല, പക്ഷേ ഇവിടെ ജീവിതത്തിൽ പ്രമോഷൻ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അതങ്ങനെ വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി റേഡിയേഷൻ ഉള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമോഷൻ കിട്ടാൻ പാടായിരിക്കും. ഒരുപാട് കഷ്ടപ്പെട്ടാലും പതിയെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. ഇതാണ് മെയിൻ റീസൺ. ഇനി നമുക്ക് ചൊവ്വാദോഷത്തിനെ പറ്റി സംസാരിക്കും. ചൊവ്വാദോഷം എന്താണ്? ഈ ചൊവ്വാദോഷം അതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ചൊവ്വാദോഷം എങ്ങനെയാണ് ഒരു പാർട്ട്ണർ ഒരു ലൗകിക ജീവിതത്തിൽ ഒരു മാരേജ് ലൈഫിൽ എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ചൊവ്വാദോഷം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നാമത്തെ കാര്യം, ചൊവ്വയുടെ റേഡിയേഷനുള്ള ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നി ഹൈറ്റ് കുറവായിരിക്കും. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സർജൻ ആയിരിക്കും. ഇതേപോലെ തന്നെ ബ്ലഡ് കൊണ്ടുള്ള കളിയായിരിക്കും. ആർമി, പോലീസ്, ഇതേപോലെ കുറച്ച് ദേഷ്യങ്ങളുള്ള ആൾക്കാരായിരിക്കും. ഇതാണ് ചൊവ്വയുടെ റേഡിയേഷനുള്ള ആൾക്കാർക്ക് വരുന്നത്. അപ്പോൾ ഈ ചൊവ്വയുടെ റേഡിയേഷനുള്ള ഒരു ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണറിനെ ഇവർ എങ്ങനെ കാണും? അവർ സെക്ഷൽ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രൂട്ടലായിരിക്കും. എന്ന് വെച്ചാൽ ഇവർ സെക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കര ഇതായിരിക്കും. ഈ സെക്സ് ചെയ്യുമ്പോൾ പാർട്ട്ണറിന് ഒരിക്കലും ഒരു സ്റ്റാറ്റിഫിക്കേഷൻ കിട്ടത്തില്ല. കാരണം അത്രയും ബ്രൂട്ടലായിട്ടാണ് ചൊവ്വയുടെ റേഡിയേഷനുള്ള ഒരു നിൽക്കുന്നത്. അത് മാത്രമല്ല, ചൊവ്വയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഭയങ്കര വയലൻറ്റ്, അറഗൻറ്റ്, തെറിവിളി, അതൊരു സംഭവം. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ പറയുന്ന ചൊവ്വയുടെ റേഡിയേഷനുള്ള ഈ പറയുന്ന പോലെ ഒരു പെണ്ണും അതുപോലെ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ആണത്തെ സ്വഭാവമായിരിക്കണം. അതിലത്ത് കുറച്ച് തല്ലിപ്പൊളി ആയിരിക്കണം, അലമ്പായിരിക്കണം. അങ്ങനത്തെ ഈ സംഭവമാണ്. അപ്പോൾ ചൊവ്വയെ പറ്റിയുള്ള ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്ന് ഒരു ബോക്സിങ് പഠിക്കുന്ന ഒരാൾക്ക് ഒരു ബോക്സിങ് പഠിക്കുന്ന ഒരു പാർട്ട്ണർ തന്നെ വേണം. ഇതാണ് ചൊവ്വയുടെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ഒരു ചൊവ്വാദോഷമുള്ള ഒരു വ്യക്തിയുടെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം? ചൊവ്വയുടെ റേഡിയേഷനുള്ള ഒരു പെണ്ണുമായിട്ട് മാത്രമേ ആകർഷിക്കാൻ പാടുള്ളൂ. അതാണ് ഒരു വ്യത്യാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയുടെ റേഡിയേഷനുള്ള ഒരു പൊസിഷൻ ഒരു തെറി വിളിക്കുകയാണെങ്കിൽ തിരിച്ച് 10 തെറി വിളിക്കുക എന്നുള്ള ഒരു പെണ്ണായിരിക്കണം വരാനുള്ളത്. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കണം. അതാണ് ഈ പറഞ്ഞ പോലെ ചൊവ്വയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവരുടെ ഒരു ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊന്നും കല്യാണം കിട്ടത്തില്ല, പെണ്ണ് കിട്ടത്തില്ല. അതാണ് അങ്ങനെ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട്ണറിനെ കിട്ടാൻ കുറച്ച് പാടാണ്. വെച്ച് കഴിഞ്ഞാൽ ഈ ചൊവ്വയുടെ റേഡിയേഷനുള്ള പെണ്ണ് കഴിഞ്ഞാൽ വേണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. മനസ്സിലായി? അത് മാത്രമല്ല, ഈ ചൊവ്വയുടെ റേഡിയേഷനുള്ള ഈ പുരുഷന്മാർക്ക് ഒരു തെറി വിളിച്ചാൽ 4 തെറി അങ്ങോട്ട് വിളിക്കണം. അങ്ങനത്തെ സിസ്റ്റത്തിലോട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ മാത്രമേ ഇവർക്ക് ലൈംഗികമായിട്ട് അടുപ്പം തോന്നത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജിം ബോഡിയുള്ള പെണ്ണിനെ കണ്ടാലൊക്കെ ഇവർക്ക് അട്രാക്ഷൻ തോന്നത്തുള്ളൂ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ചൊവ്വയുടെ റേഡിയേഷനുള്ളവർക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുറിവുകളും അതേപോലെ നെറ്റിലെ മുറിവുകളും ഇതുപോലെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഒരു സംഭവമാണ്. ഓക്കെ, അതേപോലെ നമുക്കിനി ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് രവി കുജൻ ഇതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയാം അതിനെപ്പറ്റി, ഞാൻ ഇതിന് ആ ഒരു ശനിയെ പറ്റി പറയാം. ഇത് ശനിയുടെ എന്തോന്നാണ് ക്യാരക്ടറിസ്റ്റിക് ഉള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജിം ട്രെയിനറൊക്കെ ആയിരിക്കും. ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ശനിയുടെ കർമ്മയുള്ളവരായിരിക്കും. ശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ കർമ്മയുള്ളവരായിരിക്കും. അതേപോലെ തന്നെ കുജനും ഇതുപോലെ ജിം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരു കർമ്മയിലായിരിക്കും. അതേപോലെ തന്നെ പല കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ ഒരു പ്ലാനറ്റിൻ്റെ ഒരു രീതിയിൽ പുറവി കൊണ്ട ഒരു മനുഷ്യനാണെന്ന് നമ്മൾ അത് ചിന്തിക്കുക. ഓക്കെ, ഇതൊരു പാർട്ടാണ്. ഓക്കെ, ജസ്റ്റ് പാർട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി നെക്സ്റ്റ് പാഠം ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും, ഞാൻ ഈ ബേസിക് ജ്യോതിഷം പഠിച്ച ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രീ ആണ്, വെറുതെ പൈസ ഒന്നും കഴിയുന്ന വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തോ ചെയ്യുക, പിന്നീട് എന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ പൈസ ഒന്നും വാങ്ങും, ഒരു പൈസ പോലും ഞാൻ വാങ്ങുന്നില്ല. വിശ്വാസമുള്ളവർ വലിയ ഫ്രീ ആണ് സംഭവം. അത്രയേ ഉള്ളൂ. അപ്പോൾ അത്ര